നേരത്തെ തന്നെ കൃത്യമായിട്ടുള്ള കളമൊരുക്കങ്ങളിലേക്ക് തയ്യാറെടുക്കുന്നു UDF. കോൺഗ്രസ് അതിന് മുൻ കൈയെടുക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് അത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരു ഘട്ടത്തിലേക്ക്, ഒരു സ്ട്രാറ്റജിയിലേക്ക് UDF കടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ജോസ് കെ മാണിയെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ കടുത്തുരുത്തി ജോസഫ് വിഭാഗത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമായിരുന്നു. മോൻസിനെ പിണക്കിയിട്ട് അങ്ങനൊരു നിലപാടിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും ഇപ്പോഴും UDF വെച്ചുമാറാൻ ഉദ്ദേശിക്കുന്ന സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തന്നെയാണ്. ഒരു പക്ഷേ ആ തരത്തിൽ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിട്ട് നിരന്തരം ഒരു സീറ്റ് ചർച്ചകളിലേക്കും അല്ലെങ്കിൽ വിലപേശകളിലേക്കും കടക്കുന്നത് ഘടകകക്ഷി ബന്ധം ഏത് തരത്തിലായിരിക്കും? ഏതെങ്കിലും അങ്ങനെ ഒരു വിശകലനം കൂടി ഇതിനകത്ത് ഇപ്പോൾ നടത്തേണ്ട കാര്യമുണ്ടോ? അപർണ, അതായത് നമുക്കറിയാം, നമ്മൾ തന്നെയാണ് AICC നടത്തിയ സർവേയുടെ വിശദാംശങ്ങൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് UDFുമായി ബന്ധപ്പെട്ട്, അതായത് കോൺഗ്രസ് 30 C ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തുവിട്ടത്. അതിൽ ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന സ്ഥലമാണ് കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ കൂടി മത്സരിച്ച ഈ കോതമംഗലം നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ മണ്ഡലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ കൂടി യുവമുഖമായ ജിൻഡോ ജോണിനെ കളത്തിലിറക്കി ഏത് വിധേനയും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നൊരു ലക്ഷ്യമാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ കൃത്യമായി ഒരു യുവമുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലും ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനുള്ളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളവിടെ നോക്കിക്കാണേണ്ട കാര്യം, 2016 മുതൽ ആന്റണി ജോൺ അവിടുത്തെ MLA ആണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2016 നിന്ന് 2021 എത്തുമ്പോൾ ഏതാണ്ട് 6605 കുറഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 64,234 വോട്ടുകളാണ് ആന്റണി ജോണിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഏതാണ്ട് 57,639 വോട്ടുകൾ ഷിബു തെക്കുംപുറത്തിനും ലഭിച്ച ഏതാണ്ട് 46% വോട്ടിനാണ് ആന്റണി ജോൺ 2021 അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ പ്രായോഗികമായി നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം ഡാനി നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ഒരു റിലീജിയസ് ഇക്വേഷൻസ്, അതായത് സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് UDFിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറും. അവിടെ കോതമംഗലം രൂപതയ്ക്ക് കീഴിൽ വരുന്ന 3 പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ, അതിലൊന്ന് കോതമംഗലം, മറ്റൊന്ന് മൂവാറ്റുപുഴ, മറ്റൊന്ന് തൊടുപുഴ. ഇതിൽ തൊടുപുഴയിൽ മാത്രമാണ് സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായി PJ ജോസഫ് മത്സരിച്ചത്. മറ്റ് 2 മണ്ഡലങ്ങളിലും, അതായത് മൂവാറ്റുപുഴയിലും അതോടൊപ്പം തന്നെ ഈ കോതമംഗലത്തും മൂവാറ്റുപുഴയിലും കോതമംഗലത്തും യാക്കോബായ സഭയുടെ പ്രതിനിധികളാണ് UDF ക്യാമ്പിന്റെ ഭാഗത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതിൽ സഭയ്ക്ക് ഒരു അസംതൃപ്തി ഉണ്ട് എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. കാരണം ഒരു സീറോ മലബാർ സഭാംഗത്തെ തന്നെ കോതമംഗലം രൂപതയ്ക്ക് കൃത്യമായ സ്വാധീനമുള്ള ഈ കോതമംഗലം നിയമസഭാ മണ്ഡലത്തിലടക്കം ഒരു സീറോ മലബാർ സഭാംഗത്തെ തന്നെ മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണം എന്ന നിലപാടാണ് സഭയ്ക്കുണ്ടായിരുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ ജയസാധ്യതകളെ പോലും പ്രതികൂലമായി ബാധിച്ചത് അത് തന്നെയാണ് എന്ന് സഭ രഹസ്യമായെങ്കിലും സഭാ വക്താക്കളടക്കം പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് കൃത്യമായ ഒരു നീക്കം, അതായത് ഈ മണ്ഡലം ഷിബു തെക്കുംപുറത്തിന് കഴിഞ്ഞ തവണ നേരി അതാണ്ട് 6605 വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് അവിടെ നടന്നത്. കേരള കോൺഗ്രസ് ഏത് വിധേനയും ആ മത്സരം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അവിടെ സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു വേരോട്ടം കേരള കോൺഗ്രസ് ഗ്രൂപ്പിന് ജോസഫ് വിഭാഗത്തിനുള്ള ഒരു മണ്ഡലമാണ് എന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ്. പക്ഷേ കോതമംഗലം രൂപതയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ നിർണായകമായി മാറും. അതുകൊണ്ടാണ് ഷിബു തെക്കുംപുറത്തിന്റെ സാധ്യതകൾ കോതമംഗലത്ത് എത്രത്തോളം എന്നൊരു ചോദ്യങ്ങൾ ഉയരുന്നത്. അങ്ങനെ വന്നാൽ സഭയ്ക്ക് കൂടി അഭികാമ്യനായ ഒരാളെ മത്സരരംഗത്തേക്ക് സജീവമാക്കേണ്ട സാഹചര്യം UDFിന്റെ ഭാഗത്തു നിന്ന് വരും. അവിടെയാണ് ഈ സീറ്റ് വെച്ച് മാറി പെരുമ്പാവൂർ ഏറ്റെടുത്തുകൊണ്ട് പകരം കോതമംഗലത്ത് സീറോ മലബാർ സഭയ്ക്ക് കൂടി കൃത്യമായി ഒരു ശ്രേയുള്ള സ്ഥാനാർത്ഥിയുടെ പേര് അവിടെ ഉയർന്നു വരാൻ പോകുന്നത്. അത്തരത്തിലാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ കലങ്ങി മറിയുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് ഇപ്പോഴും സീറ്റ് വിട്ടുകൊടുക്കത്തില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഷിബു തെക്കുംപുറവുമായി വ്യക്തിപരമായി ബന്ധമുള്ള ആളുകൾ അടക്കം പറയുന്നത്. അദ്ദേഹം ഏത് വിധേനയും അവിടെ ഇത്തവണ ഈ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് കഴിഞ്ഞ ഇത്രയധികം നാളുകളായി 2021 ശേഷവും ഈ
പരാജയപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നില്ല. സജീവമായി അവിടുത്തെ രാഷ്ട്രീയ സാന്നിധ്യമായിരുന്നു, സജീവമായി സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ ഈ അവസാന നിമിഷത്തിൽ ആ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോകുന്നത് പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസം ഇല്ലാതാക്കും. അങ്ങനെയൊരു നീക്കത്തിന് തങ്ങൾ തയ്യാറാകില്ല, മുതിരില്ല എന്ന കാര്യമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സിറോ മലബാർ സഭയെ ഒപ്പം നിർത്തേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ചൊരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കോതമംഗലം രൂപതയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലായിരിക്കും അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകുക എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ തവണയും അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ തരത്തിൽ മൂവാറ്റുപുഴ സീറ്റുമായി കോൺഗ്രസിന്റെ മാത്യു കുഴൽനാടൻ ആണ് നിലവിൽ മൂവാറ്റുപുഴ MLA. ആ സീറ്റ് വെച്ച് മാറുന്ന ഒരു ചർച്ച, അതായത് കോതമംഗലവും മൂവാറ്റുപുഴയും തമ്മിൽ വെച്ച് മാറുന്ന ഒരു ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിൽ അന്ന് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അന്നത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി നേരത്തെ, അതായത് ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിന്റെ ഭാഗമായി